ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കൊച്ചിയിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഉള്ള നെഹ്റു പാർക്കിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിൽഡ്രൻസ് പാർക്കിൽ. അപ്പോൾ വാവന്മാരൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചു, കുറേ അടിച്ച് പൊളിച്ചു, ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ കുറേ തിരക്കായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം നമ്മൾ ബോട്ടിലൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ അത്രയും ഒരു ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തിരിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് മറൈൻ ഡ്രൈവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ശരിക്കും വഴിയൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടനോട് ചോദിക്കുമ്പോൾ ഏട്ടനും പറഞ്ഞു തരത്തില്ല കേട്ടോ. ഏട്ടൻ കുറച്ച് സർപ്രൈസ് ആയിട്ടാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഏട്ടൻ എപ്പോഴും ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകണമെന്നൊക്കെ പറയും. അപ്പം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ പറയാതെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതതിന് മുന്നേ ഉള്ള സുഭാഷ് ബോസ് പാർക്ക് കണ്ടോ. സുഭാഷ് ബോസ് പാർക്ക്. നേരത്തെ നമ്മൾ പോയത് നെഹ്റൂസ് പാർക്ക്, അല്ല ചിൽഡ്രൻസ് പാർക്ക്. ഓ വളയോ ബാഗിനകത്ത് ബാഗിനകത്തുണ്ട് വാപ്പേ. ഇവിടൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിളുമാരെയും കൊണ്ട് പോകുന്ന പാടെല്ലാം മേടിക്കണം. ഇപ്പം തന്നെ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ഇതുണ്ട്, ഓരോന്ന് മേടിക്കാൻ വേണ്ടി കരയും. ഇതുപോലെ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവിടെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലേ. ഏതാണ്ട് വൈശു തലയത്തിട്. വൈശിനിടയ്ക്കിടയ്ക്ക് തല വെളിയിലിടുന്ന സ്വഭാവമുണ്ട്. ഇതുകൊണ്ട് പെർഫ്യൂം കട. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാട്ടോ, പക്ഷെ എല്ലാം ഒരേ സാധനം തന്നെയാണ്. എല്ലാ കടയിലും ഒരേ സാധനങ്ങളാണ്. കുറേ കടകളുണ്ട്, കുഞ്ഞുനാന്ന് കുറേ കടകളുണ്ട്. എനിക്കറിയാം സെയിം സാധനങ്ങളല്ല എല്ലാ കടയിലും. ഇതെന്തുവാ, ഇന്ദ്രപ്രിയദർശിനി ചിൽഡ്രൻസ് ക്രാഫ്റ്റ്. അവിടെ എന്തോ പാർക്ക്. ഇവിടെ പക്ഷേ ക്യാഷ് കൊടുക്കണം തോന്നുന്നു കേട്ടോ ഇവിടെ കയറുന്നത്. മറ്റേ നമ്മൾ നെഹ്റൂസ് പാർക്കിൽ പോയപ്പോൾ അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിരുന്നു. നാഷണൽ ബുക്ക് സ്റ്റാൾ ഇവിടെ നമ്മളെങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാട്ടോ വന്നത്. എന്നിട്ട് കാറിടാൻ വരട്ടെ. പക്ഷേ വരുമ്പോ നമുക്ക് അങ്ങോട്ട് നടക്കാം. കടലല്ലടാ, കായല്. പക്ഷേ വരൂ. ഇങ്ങോട്ട് മാറുവാവേ. അപ്പോൾ ഇതാണ് മറൈൻ ഡ്രൈവ്. എനിക്ക് ശരിക്കും സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ, അതാണ് ഞാൻ ഏട്ടനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഏതായത് എവിടെയാന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ്. എനിക്ക് വേണ്ട കണ്ണാടി, എനിക്ക് കണ്ണാടി വേണ്ട. കയറ്, കണ്ണാടി വേണ്ട എനിക്ക്, പിന്നൊന്നും വേണ്ട. ഇങ്ങോട്ട് വൈശു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ബോട്ടിങ്ങിന് പോകണ്ട, ബോട്ടിങ്
നല്ല കാറ്റുണ്ട്. ആ പ്രാവ് പ്രാവ്. നല്ല കാറ്റുണ്ട് ഇവിടെ അല്ലേ? നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ. അത്രയും ആ AC-യുടെ ഫാനിൻ്റെ ആണ് കാറ്റ്. അതല്ലടി കാറ്റ് അവിടുന്ന് വരുന്നേടി. കണ്ടോ ബോട്ടിനകത്തൊക്കെ പോകുന്നുണ്ട് ആളുകൾ. ബോട്ട് പോകുന്നുണ്ടോ? പാട്ടൊക്കെ ഇട്ടുണ്ടോ പോകുന്ന ബോട്ട്? ഇവിടെ കുറേ ബോട്ട് കിടപ്പുണ്ട്. നിങ്ങൾ എന്തോടെയെന്ന് പറയുന്നേ? എന്തു പറയുന്നേ? കൊറേ നേരം കൊണ്ട് എന്ത് പറയുന്നല്ലേ? എന്തുവാ? നമ്മൾ കുറച്ചേരം ഇവിടെയൊക്കെ നടക്കാന്ന് വിചാരിച്ചോ. ഇവള് മിക്കാറും വെള്ളത്തിൽ ചാടും. നടക്ക് നടക്ക്. ഓ അങ്ങോട്ട് പോവാവേ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അതേ ദോഷ അത്. കാണിച്ചു തരാലോ. ഒരു വാവ നിൽക്കുന്നുണ്ട് വൈശിക പിടിക്കാൻ. ഇവ മിക്കാറ് വൈശിക പിടിച്ചോട്ടു. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് സന്ധ്യ ആവാറായി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഒരു ചായയും അതുപോലെ സമൂസയും വടയും അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങി കേട്ടോ. അവിടെ കുറേ ഫോണിൻ്റെ കുറേ കടകളുണ്ട് കേട്ടോ. നമുക്ക് കുറഞ്ഞ പ്രൈസിൽ ഓരോന്നൊക്കെ കവറുകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്, സർവീസൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഏട്ടൻ മിക്കവാറും എറണാകുളത്ത് വന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ടാണ് കേട്ടോ മിക്കവാറും ചെയ്യുന്നത്. കൂടുതലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതുപോലെ കുറേ കടകളുടെ ഫ്രണ്ടിലൊക്കെ കളിപ്പാട്ടങ്ങളും അതുപോലെ കുറേ പല പല സാധനങ്ങളുണ്ട്. വെറൈറ്റി ഓരോ കടകളിലും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇരിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ശരിക്കും കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണില്ലേ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ കൊള്ളാം നമ്മൾ കേട്ടോ. കുറേ കടകളുണ്ട്. നീണ്ട ഒരു ക്ലോക്ക് കട, വലിയ ക്ലോക്കൊക്കെ ഇരിക്കുന്നുണ്ടോ. ഫുള്ള് ഫോൺ കടകളാട്ടോ. ഇവിടെ എത്രയും ഫോൺ കടകള്. എന്താ വാച്ചും ക്ലോക്കും. ഇവിടെ ഓരോ ഫോണിൻ്റെയും ഷോറൂം അല്ല, ഓരോ മോഡൽ ഫോണിൻ്റെ കടയുണ്ട്. വിവോ സ്മാർട്ട് ഫോൺ, വിവോ, സാംസങ്, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇത്രയുള്ളോ? ഒപ്പോ ഉണ്ട്, സാംസങ് ഉണ്ട്, സാംസങ് ഗാലക്സി. വാ, ഞങ്ങൾ ഇതുവഴി വരാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ മൈശയെ കണ്ട പിള്ളേരല്ലേ ഇവിടെ കുറേ വരുവാന്നല്ലോ ഏട്ടാ. ഒരു കൊച്ചിപ്പോൾ ഇവിടെ വന്ന് മുട്ടിയിട്ട് പോയി. ഇവിടുത്തെ ബെൽറ്റൊക്കെ നല്ലതാണോ? ഒരു ബെൽറ്റ് വാങ്ങിച്ചാലോ?
ഇതാണ് കേട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പാലം. നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഓ കണ്ണാടി എന്തേ? കണ്ണാടി എന്തേ? ഇവിടെ അടിപൊളി ഒരു വാഗമരം. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി എങ്ങോട്ടാ പോകുന്നത് അറിയത്തില്ല. വണ്ടി എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നമ്മൾ പോകും. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ അവിടുത്തെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തുവാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കുറേ ഫെസ്റ്റ് നടക്കുന്ന, കൊച്ചി ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തോ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഓരോരോ തിരക്കുകളാണ് കേട്ടോ. മോളെവിടെ ഇരുന്നേ മാവേ? പിന്നെ ഇവിടെ വന്നപ്പം വഴിയിലെല്ലാം നല്ല പോലീസുണ്ട് കേട്ടോ. നമ്മൾ വരുന്നിടത്ത് ആലപ്പുഴയൊക്കെ അവിടെയൊക്കെ ഒന്നും അത്രയധികം ഇല്ല. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര പോലീസ്. എവിടെ നോക്കിയാലും മുക്കിനും മൂലയ്ക്കും എല്ലാം പോലീസാണ്. അതുകൊണ്ട് കണ്ടില്ലേ പോലീസ്. ഈ വണ്ടി ഉണ്ടല്ലേ, ഇപ്പൊ വണ്ടി ഒന്നും പെയിന്റ് അടിക്കുന്നതിന് കുഴപ്പമില്ലയോ? ഒരു നീല ഒരു വയലറ്റ് പോയത്. ആ അത് കേരളത്തിലായിരിക്കത്തില്ല. അപ്പം ഇവിടെ അപ്പുറത്തെ സൈഡാണ്, അപ്പുറത്തെ സൈഡാ? ഏത് സൈഡിലാ? അപ്പുറത്താണ്. നമ്മളിപ്പോൾ ഹൈക്കോടതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുന്നത്. പക്ഷേ ഏത് സൈഡാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കണ്ടു ബിൽഡിങ്. എൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കുറേ പച്ചില ചെടികൾ വേണ്ടത്. ഏറ്റവും മണ്ടയ്ക്ക് കുറേ ചെടികൾ വയ്ക്കുന്നു, മണ്ടയ്ക്ക് മാത്രം. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരോ ചെടിപ്രാന്തുള്ളവരാട്ടോ. ഇതാണ് നമ്മുടെ കേരള ഹൈക്കോർട്ട് ഉണ്ടല്ലേ. കേരള ഹൈക്കോടതി ഇതാണ് കേട്ടോ. അപ്പൊ ഇനി ആരും കേരള ഹൈക്കോടതി കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് ആ സാധനം. കണ്ടിട്ട് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ന്യൂസിനകത്തുണ്ട്. ഞാനത് നേരിട്ട് കണ്ടു ഗൈസ്. ഉണ്ടല്ലോ ഇവിടെയൊക്കെ സ്ഥിരം വരുന്നവർ ഇതൊക്കെ കാണുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ ആദ്യമായിട്ടൊക്കെ വരുന്നതുകൊണ്ട് ഇതൊക്കെ അത്ഭുതകരമായിട്ടൊക്കെ തോന്നും. ഇവിടെ വൈഷു മാവയൊക്കെ ഓരോ പാട്ടൊക്കെ പാടുന്നുണ്ട്.
ആയിരിക്കും, കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടായതുകൊണ്ട്. നോക്കുന്ന കണ്ടോ? ആരും നോക്കുന്ന? പോലീസുകാരെ നോക്കുന്നോ? ആ, വൈശികയുടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊരു പോലീസുകാരെ നിന്ന് നോക്കുന്നു. വൈശിക ഓടി പുറകെ പോയിരുന്നു. എന്നിട്ടറിയാം പോലീസുകാരെ നോക്കുന്ന കണ്ടാ വൈശുവിനോട് പറയുന്നു. ഏതൊക്കെയോ വഴികൾ, ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ, ഇതാണല്ലേ ഈ ബാനർജി റോഡ്. ഇവിടെ എന്തായാലും ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വഴി മനസ്സിലാവും കേട്ടോ. വേണ്ട, ബാനർജി റോഡെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, അയ്യോ എന്തോ കാണിക്കുന്നത്? സ്വിഗ്ഗി പോയി. പാലാരിവട്ടം കാക്കനാട് ഒരു പള്ളി. ആ, തലയിടല് വെളിയില്ല കേട്ടോ. നമ്മളിപ്പോ മെട്രോയിൽ കയറാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്ന് പേ ആൻഡ് പാർക്കാണ്. എന്നാലും വേറെ വഴിയില്ല, ഇവിടെ അങ്ങ് ഒരു പൊടി സ്ഥലം പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചെന്നാലും ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് നമുക്ക് സേഫായിട്ട് വേറെ എങ്ങും ഇടാൻ പറ്റില്ല. പിന്നെ എവിടെയെങ്കിലും വഴിയിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വല്ല പോലീസ് ഒന്ന് പെറ്റിയടിച്ച് പൈസ കൊടുക്കുന്നതിന് നല്ലതല്ലേ നമ്മൾ പേ ആൻഡ് പാർക്ക് ചെയ്യുന്നത്. ഇത് കൊക്കോ ഫ്രണ്ട്ലി പേ ആൻഡ് പാർക്ക് അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ. പാർക്കിംഗ് ഫ്രണ്ട്ലിയോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനിവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഞങ്ങൾ ആദ്യം വന്നപ്പം ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂ എല്ലാം മാറി. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് കയറിയത് കേട്ടോ. ഏട്ടനവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് 90 മീറ്ററിൽ മുകളിൽ നീളം ഉണ്ടെങ്കിൽ ടിക്കറ്റ് വേണം കേട്ടോ. വൈശു 100 ഉണ്ട്. കണ്ടില്ലേ, വൈശുവിന് ടിക്കറ്റ് എടുക്കണം, മാവിക്ക് ടിക്കറ്റ് എടുക്കണ്ട. അവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ട്, അതിനകത്ത് ടിക്കറ്റ് കാണിക്കുമ്പോൾ നമുക്ക് തുറന്നു തരും കേട്ടോ. ഒരാൾക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ അവർ അടയ്ക്കും. നമ്മൾ കയറി പോവാണ്. ആയോ, നമ്മൾ എടപ്പള്ളിക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എടപ്പള്ളി ഇറങ്ങിയിട്ട് തിരിച്ചു വരാം. മേളിലോട്ട് പോന്ന നമ്മൾ വൈശുവിൻ്റെ ഉടുപ്പ് മാറി, വൈശികയുടെ പാൻറ്റും മാറി കേട്ടോ. വൈശുവിൻ്റെ ഉടുപ്പിൽ വെള്ളം കോരി ഒഴിച്ചു, അഴുക്കായി. പിന്നെ വൈശികയുടെ പാൻറ്റിലും എന്തൊക്കെയോ അഴുക്കൊക്കെ പറ്റി. അങ്ങനെ പിന്നെ അത് രണ്ടും മാറ്റി. നല്ല സൗണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ, ഭയങ്കര ശബ്ദം. പുറത്ത് വണ്ടി, ഇവിടെ ട്രെയിൻ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സൗണ്ട്, പിന്നെ അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ട്, ഫുൾ സൗണ്ടാണ്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം 2-ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ, എങ്ങനെയാണ് എന്താണ് പറയേണ്ടതെന്നും അറിയില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1 ആണോ 2 ആണോ? ടിക്കറ്റിനകത്ത് നോക്ക്. അയ്യോ, ഇത്രയും കയറണം.
അയ്യോ എനിക്ക് പേടിയാ, കേറാൻ പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കേറി, ഇവരെപ്പോഴേ കേറിപ്പോ ഞങ്ങൾ അയ്യോ അയ്യോ ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും പേടി ഇതിനകത്ത് കയറാൻ. ഞാൻ കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ചില സമയത്ത് എനിക്ക് ഭയങ്കര പേടി വരും. ഇതിപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വൈശുവിനും നിർബന്ധം അവൾക്ക് ഇതിനകത്ത് കയറിയാൽ മതി. ഇതുവരെ കയറിയിട്ടില്ല അവള്. കയറിയിട്ടുണ്ട്, എന്നാലും അതിനകത്ത് കയറണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ കയറി. അയ്യോ ഇനിയും ഉണ്ടോ ദൈവമേ, ആണ്ടെ വീഴല്ലേ. അയ്യോ എനിക്ക് പേടിയാന്ന്. അങ്ങനെ 2 എലിവേറ്റർ കയറിയാണ് നമ്മൾ മേളി വന്നിരിക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം 1-നകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ വെച്ച് 2 ആയിരിക്കുന്നു. ഇതൊരു കടയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഐസ്ക്രീം, ജ്യൂസ്, കോഫി, പപ്സ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതൊന്നും മേടിക്കുന്നില്ല, നമ്മൾ കഴിച്ചതാണ്. നമ്മൾ സ്റ്റേഷനിലോട്ട് നേരെ പോവാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1. അവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ട്രെയിൻ പോയി. ഇതിനകത്താണോ കയറുന്നത്? പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഇടിയുണ്ടാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. Train at the platform. പ്ലാറ്റ്ഫോമിൽ ട്രെയിനിന് ഇടിയുണ്ടാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടപ്പള്ളിയിലാട്ടോ വന്നിറങ്ങി. ലുലുമാള് ഉണ്ടോ? അപ്പോൾ നമ്മൾ നേരെ ലുലു മാളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടി തന്നെ ലുലു മാളിലോട്ട് പോകാൻ പറ്റും. ദേണ്ടാ കാണുന്നില്ലേ, ട്രെയിനിൻ്റെ കൂട്ടുള്ള ബോഗികളുടെ കൂട്ടുള്ള. അപ്പോൾ അത് വഴിയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ഷെയ്ഡ് വല്ലതും അടിക്കുമായിരിക്കും എന്നാണ്. ഇവിടുത്തെ ട്രെയിനില്ലേ, അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് അടിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ലുലു മാളിലോട്ട് കയറാനുള്ള വഴിയാണതെന്ന് കേട്ടോ. അപ്പോൾ അത് ട്രെയിനിൻ്റെ ആ ഒരു രീതിയിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ അകത്തൊക്കെ ഇങ്ങനെ വിൻഡോ പോണക്കൊക്കെ ഇങ്ങനെ അത് കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് നേരെ ലുലുവിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലമുണ്ടോ? അതാണിത്. നമ്മളപ്പം സ്റ്റേഷനിൽ വന്നിറങ്ങി. മാവേ ഇവിടെ വാ, ഇവിടെ വാ. നമുക്ക് മെട്രോയുടെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ലുലുവിലോട്ട് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അതുവഴിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മാമ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ചുമ്മാ വന്നതാണ് കേട്ടോ, ഷോപ്പിങ്ങിനൊന്നും വന്നതല്ല, ലുലു മാള് കാണാൻ വേണ്ടി വന്നതാണ്.
അപ്പം ലുലുവിൻ്റെ നടുക്കൂടി നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രതിമയൊക്കെ വെച്ചിരിക്കുന്നു. എന്താണിത്? നീ വൈശികേ എന്തോടി? ഇവിടെ വന്നിരിക്കെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം. വാവേ ഫ്രണ്ടിൽ വന്നിക്ക്. മോളൂടി പോയി നിക്ക്. സ്റ്റാളാണ് കേട്ടോ, ക്രോസ് വേർഡ് എന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് അതിനകത്തൊക്കെ കാണാൻ. നമ്മളൊന്നും മേടിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ചേക്കാം. കണ്ടാ, നമ്മൾ സാധനമൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ, നമ്മളെല്ലാ ഫ്ലോറിലും കറങ്ങി ഇറങ്ങി ഒന്ന് കാണുക. വേണോ? പേഴ്സ് മതി കേട്ടോ, അതല്ലേ നല്ലത്. തൂക്കിയിടുന്നതായിരുന്നേ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അമ്മ ഇങ്ങനെ കൈ തൂക്കിയിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ തരാം, ടിക്കറ്റ് ഇങ്ങനെ തരാം, നിങ്ങൾ ബുക്കും. ഏട്ടാ അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ തൊഴി വരാം. നമ്മളെ നോക്കി കയറ്റി വിടണേ. നമ്മളിപ്പോൾ തിരിച്ച് മെട്രോയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. ടൗൺ ഹാളിലാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ എടപ്പള്ളിക്ക് എടുത്തത്. എന്നിട്ട് ലുലു മാളിലോട്ട് കയറി തിരിച്ച് നമ്മൾ ലുലു മാളിൽ നിന്ന് തന്നെ ടൗൺ ഹാളിലോട്ട് എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. ഇനി നമുക്ക് ട്രെയിൻ കയറാൻ പോവാം. ഐഷിക ഉറങ്ങിപ്പോയി.
പോവാം. ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങളപ്പോൾ ലുലുവിൽ കയറി, മെട്രോയിൽ കയറി. ജസ്റ്റ് കയറി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ലുലുവിൽ നമുക്ക് ചെന്ന് തൊടാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് എന്തോ എല്ലാം ഭയങ്കര റേറ്റ്. പിന്നെ കുറഞ്ഞ നോക്കി 2 സാധനം മാത്രം വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. പക്ഷെ നമുക്ക് തൊട്ട് നോക്കാൻ പോലും പറ്റത്തില്ല ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഭാഗ്യമുണ്ട് അന്നേരം വരാന്നൊക്കെ മേടിക്കാം. അല്ലാണ്ട് ഈ ഒരു അവസരത്തിൽ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പോയി കണ്ടു, കേട്ടു, തിരിച്ചു പോവാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം 2-2.5-3 മണിക്കൂറും കണ്ടായി നമ്മൾ പോയിട്ട്. അപ്പോൾ അവിടെ റേറ്റ് എത്രയായി കാണുമെന്ന് അറിയത്തില്ല. 50 രൂപ 1 മണിക്കൂറിന്, പിന്നെ 20 രൂപ കണ്ട് കൂടുതലാവുമെന്ന് പറഞ്ഞു മണിക്കൂർ അനുസരിച്ച്. എത്ര ആവുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കാർ എടുത്തുട്ടോ. വേറെ കാറുണ്ട്, ഇവിടെ കുറേ കാറ് കിടപ്പുണ്ട്. ബാ കയറ്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ. തള്ളിക്ക എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ്. അവിടുത്തെ മെനു ആണിത്. അച്ഛ എടുത്തോളൂ. എനിക്ക് ചിക്കൻ ബിരിയാണി. വലിയ ഉള്ളിയാ ചെവിയിലെന്താ ചെയ്യുന്നത്? അതല്ല, വെജ് ഫ്രൈഡ് റൈസ്. വെജ് ഫ്രൈഡ് റൈസ് മതിയായിരുന്നു. ഐശുവിനും ഐശ്വര്യക്കും പൊറോട്ട. ഇത് ചില്ലി ചിക്കൻ, ചപ്പാത്തി. നമ്മളപ്പോൾ ഈ ഫുഡും കൂടി കഴിച്ച് ചായയും കൂടി കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഏട്ടന് കട്ടനും ഞങ്ങൾക്ക് ചായയാണ് പറഞ്ഞത്. അപ്പോൾ 2 ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കും വാവന്മാർക്കും കൂടി.
അപ്പോൾ നമ്മുടെ ഈ ഫുഡ് അടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.